ഇനിയും പോകുന്നത് മറ്റൊരു അപകട വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട വാർത്തയാണത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീണ സംഭവത്തിൽ ഇപ്പോൾ ഇതാ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ്. സീനിയർ ഡിവിഷണൽ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. മേഘ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മേഘ, ഗുഡ് മോർണിംഗ്. ഈ ഒരു ക്ലോക്ക് ടവർ തകർന്നു വീണത് തന്നെ വളരെയധികം ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ തലനാരിടയ്ക്കൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതുപോലെയാണ് കാര്യങ്ങൾ മാറിയത്. പക്ഷെ എങ്കിലും അതിപ്പോഴും പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് നിലവിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ അന്വേഷണ സമിതിയൊക്കെ നിയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സിന്ധൂരി, തീർച്ചയായും ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. കാരണം 4 മാസം മുൻപേ തന്നെ ഈ 2ാം പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന ക്ലോക്ക് ടവറിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു. അത് പൊളിച്ചു മാറ്റണം എന്ന നിർദ്ദേശം 3 മാസം മുൻപ് തന്നെ പൊളിച്ചു മാറ്റണം എന്ന നിർദ്ദേശവും നൽകിയതാണ്. എന്നാൽ അക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല. അത് തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥയാണ് എന്ന് ഒരു അന്വേഷണവും നടത്താതെ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഏതായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. അന്വേഷണം സീനിയർ ഡിവിഷണൽ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസിന്റെ നേതൃത്വത്തിലാണ് നടക്കുക. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തരമായി എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകണം എന്നതാണ് ആവശ്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു അന്വേഷണ സമിതി നിലവിൽ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കെട്ടിടം വലിയ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത്. കെട്ടിടം പൊളിഞ്ഞു വീണപ്പോൾ സമീപത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചിരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക്, അതായത് പൊളിച്ചു നീക്കണം എന്ന നിർദ്ദേശം നൽകിയ ഒരു കെട്ടിടം എന്തുകൊണ്ടാണ് പൊളിച്ചു നീക്കാതെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന കാര്യത്തിൽ ഏതായാലും അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ബാക്കി ഭാഗം, അതായത് തകർന്നു വീണ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗം പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനകം തന്നെ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കാൻ കഴിയും എന്നതാണ് നിലവിൽ റെയിൽവേ പറയുന്നത്. ഏതായാലും ഇന്ന് MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അതിലും വലിയ തരത്തിലുള്ള അനാസ്ഥ പല ഭാഗങ്ങളിൽ നിന്നായി ഉണ്ട് എന്ന ആരോപണം ശക്തമായി തന്നെ ഉയരുന്നു. ഏതായാലും അന്വേഷണ സമിതി അവയെ പ്രഖ്യാപിച്ചതോടുകൂടി അടിയന്തരമായി തന്നെ ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി മേഘ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി വ്യക്തത നമുക്ക് ഈ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും റെയിൽവേയുടെ അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.